ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 6 വാക്യം മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ശിമിയോനും ലേവിയും ശാപം ഏറ്റുവാങ്ങുകയായിരുന്നു ഏതാനും നാളുകൾക്ക് മുൻപ്. വാർദ്ധക്യത്തിലായി യാക്കോബ് മരണത്തോടടുത്ത് കിടക്കുമ്പോൾ അക്കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അന്ന് നിങ്ങൾ വരുത്തി വെച്ച ശാപം നിങ്ങളുടെ തലമേൽ തന്നെ നിൽക്കുന്നല്ലോ മക്കളെ എന്ന്. അന്ന് ശേഖേമിൽ വെച്ച് നിങ്ങൾ ചെയ്തു പോയ കാര്യം തലമുറകളിലേക്ക് പകരുന്ന ശാപമായി തീർന്നല്ലോ മക്കളെ എന്ന് അപ്പൻ സങ്കടത്തോടെ പറയുകയാണ്. അപ്പൻ കടന്നു പോകുമ്പോൾ അപ്പൻ്റെ ഉള്ളം വിങ്ങുന്നു. മക്കൾക്ക് വരാൻ പോകുന്ന നാശവും നഷ്ടവും അപ്പൻ മുൻകൂട്ടി കാണുന്നു. ശാപം അവരുടെ തലമേലൊന്ന് നിൽക്കുന്നത് അപ്പൻ കാണുന്നു. അവർ ചെയ്തതായ ദുഷ്കൃതം, അവർ ചെയ്തതായ ദുഷ്ടപ്രവൃത്തി, അവരുടെ ഏറ്റവും നിഷ്ഠൂരമായ പ്രവൃത്തി, അവരുടെ കോപാക്രാന്തമായ പ്രവൃത്തി, ക്രുദ്ധരായി അവർ ശേഖേം പൗരന്മാരെ വധിച്ചത്, അവിടെയുള്ള കാളക്കൂറ്റന്മാരുടെ വരി ഉടച്ചത്, മൃഗങ്ങളെപ്പോലും അവർ ഭീകരമായി മർദ്ദിക്കുകയും സംഹരിക്കുകയും ചെയ്തതെല്ലാം അപ്പൻ സങ്കടത്തോടെ ഓർക്കുകയും മക്കളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട്, മക്കളെ ഇതിൻ്റെ എല്ലാം ശാപം നിങ്ങളുടെ തലമേൽ നിൽക്കുന്നല്ലോ എന്ന് പറയുകയാണ്. വളരെ വേദനയോടെയാണ് അപ്പൻ അക്കാര്യം പറയുന്നത്. അപ്പൻ പ്രവചനാത്മാവിൽ അതെല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം പരിശുദ്ധാത്മാവാണ് യാക്കോബിൻ്റെ നാവിൽ കൂടി അപ്പോൾ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് കാണുന്ന കാര്യങ്ങൾ, നിത്യതയോളം നിലനിൽക്കുന്നതായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണപ്പോൾ. ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഭീകരമായ തിരിച്ചടികളെ നാം ഓർക്കാറില്ല. അതുകൊണ്ട് വരാവുന്നതായ തിരിച്ചടികൾ നാം അത്ര വരുത്ത് ചിന്തിക്കാറില്ല. അതെല്ലാം കഴിഞ്ഞു പോകുന്നു, സാരമില്ലെന്ന് ഓർക്കുന്നു, കുറെ കഴിയുമ്പോൾ അത് മറന്നു പോവുകയും ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ തിരിച്ചടികൾ പിന്നാലെ വരുന്നുണ്ട്. 7-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ ദാവീദ് പറയുകയുണ്ടായി, എന്നെ വേട്ടയാടുന്ന സകലരുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. വേട്ടയാടുകയാണ്. പാപം വേട്ടയാടുന്നു, ശാപം വേട്ടയാടുന്നു. പാപം പിന്നാലെ വരുന്നു, ശാപം പിന്നാലെ വരുന്നു. ശിമിയോൻ്റെയും ലേവിയുടെയും ജീവിതത്തിൽ നിന്ന് പോയ ആ ശാപം ഭയാനകമായിരുന്നു. ശാപം വേട്ടയാടുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ അതുതന്നെ അനുഭവിച്ചുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, എന്നെ വേട്ടയാടുന്ന സകലരുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. നമുക്ക് ആ വാക്യം വായിച്ചു കേൾക്കാം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണേ. മനുഷ്യരാരും വേട്ടയാടുന്നില്ല, ആരും ഉപദ്രവിക്കാൻ പിറകെ വരുന്നില്ല, ആരും ശിക്ഷിക്കാൻ പിറകെ വരുന്നില്ല, മനുഷ്യരാരും നമുക്ക് നഷ്ടം വരുത്തുന്നില്ല. പക്ഷേ എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം അവിടുന്ന് മറന്നു പോകുന്നില്ല. അവിടുത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നു. നാം പറയുന്ന വാക്കുകൾ, നാം ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മുടെ നിരൂപണത്തിൽ വരുന്നതായ വൈരാഗ്യങ്ങൾ, പകകൾ, വിദ്വേഷങ്ങൾ, നീരസങ്ങൾ, കയ്പുകൾ, സ്പർദ്ധകൾ, വൈരുദ്ധ്യങ്ങൾ, എന്തെല്ലാം, കോപാക്രാന്തമായ നമ്മുടെ പെരുമാറ്റങ്ങൾ, ക്രുദ്ധിച്ചുള്ള നമ്മുടെ സംസാരങ്ങൾ, മറ്റുള്ളവരെ തരം താഴ്ത്തിയുള്ള നമ്മുടെ സംസാരങ്ങൾ, മറ്റുള്ളവരുടെ വിലകെടുത്തിയുള്ളതായ നമ്മുടെ പെരുമാറ്റങ്ങൾ, അനേകം കാര്യങ്ങൾ നമ്മുടെ പിന്നാലെ ഇങ്ങനെ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ യാക്കോബ് തൻ്റെ മക്കളായ ശിമിയോനെയും ലേവിയെയും വിളിക്കുന്നു. ഓരോരുത്തർ സംസാരിച്ചപ്പോൾ ശിമിയോനോടും ലേവിയോടും പറയുകയാണ്, മക്കളെ, നിങ്ങളോട് എനിക്ക് വാക്ക് പറയാനുണ്ട്. ഒരു വാക്ക് നിങ്ങൾ ഒരു കാരണവശാലും തലമുറയായി വരാൻ പോകുന്ന, തലമുറകളിലേക്ക് പകരുന്ന
ഭീകരമായ ശാപത്തിന് അടിമപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇനി അലസരായിരിക്കരുത്. ഞാനിത് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയിപ്പ് തരുന്നത് ഇനിയുള്ള തലമുറകളിലേക്ക് പകരാതെ നിങ്ങൾ നിങ്ങളുടെ ശാപങ്ങൾക്ക് നീക്കുപോക്ക് വരുത്തിക്കൊള്ളണം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായ ശാപങ്ങൾക്ക് തിരിച്ചടികൾ വരുന്നതിന് മുൻപ് നീക്കുപോക്ക് വരുത്തിക്കൊള്ളണം. അതാണ് അപ്പൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, യാക്കോബിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അതാണ്. അതാണ് പറയുന്നത്. 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, ശിമിയോൻ ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ. വാളുകൊണ്ട് അവർ ചെയ്തതായ കാര്യങ്ങൾ, എത്രയോ പേരെയാണ് അവർ കൊന്നത്. വാളിൻ്റെ വായ്ത്തല കൊണ്ട് എത്ര പേരെയാണ് അവർ വധിച്ചത്. അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. അവരുടെ മന്ത്രണം, അവരുടെ ഗൂഢാലോചനയിൽ കൂടരുതേ. അവരുടെ ഗൂഢാലോചന, അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. എൻ്റെ മനസ്സേ, നീ അതിനോട് കൂട്ടുകൂടാൻ പാടില്ല. അപ്പനായ എനിക്ക് വാസ്തവത്തിൽ എൻ്റെ മക്കളോട് സഹതാപമുണ്ട്, പക്ഷേ എനിക്ക് കൂട്ടുകൂടാൻ നിർവാഹമില്ല. അവരുടെ ഗൂഢാലോചനയിൽ എനിക്ക് പങ്കില്ല. എൻ മനസ്സേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എൻ മനമേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. എൻ്റെ മനസ്സേ, എൻ മനമേ, അവരുടെ യോഗത്തിൽ ചേരരുതേ. അവരുടെ കൂട്ടായ്മയിൽ ചേരരുതേ. യോഗം, അവരുടെ കൂട്ടായ്മ, അവരൊരുമിച്ചുള്ളതായ ഗൂഢാലോചന. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഇതുപോലെ കൂട്ടം കൂടിയിരിക്കുന്ന യോഗത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. അവരുടെ യോഗത്തിൽ ചേരരുതേ. അവരൊരുമിച്ചുള്ളതായ അവരുടെ ആ ഗൂഢാലോചനയിൽ, അവരൊരുമിച്ചുള്ളതായ പര്യാലോചനയിൽ നീ കൂടരുത്. എൻ്റെ മനസ്സേ, നീ കൂടരുത്. യാക്കോബ് മരിക്കാൻ കിടക്കുമ്പോൾ തന്നെ ഉറപ്പിക്കുകയാണ്, ഞാനില്ല അതിന്, ആ ശാപത്തിന് എനിക്ക് പങ്കില്ല. കാര്യം ഞാൻ അപ്പനാണ്, എനിക്ക് വേണമെങ്കിൽ തടയാമായിരുന്നു, പക്ഷേ ഞാനില്ല അതിന്. എൻ്റെ മനസ്സോടുകൂടി ഞാൻ സമ്മതിച്ചല്ല നിങ്ങളതിന് പോയത്. നിങ്ങളാ സാഹസത്തിന് പോയത്, നിങ്ങളാ ശേഖേമിലെ പൗരന്മാരെ വധിച്ചത്, അവിടെയുള്ള മൃഗങ്ങളെപ്പോലെ നിങ്ങൾ നിഷ്ഠൂരമായി കൊല ചെയ്തത്, അതിലൊന്നും എനിക്ക് പങ്കില്ല. യാക്കോബ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്പം പുറകോട്ട് യാക്കോബിൻ്റെ ചരിത്രത്തിൻ്റെ പുറകിലേക്ക് നോക്കി വരുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. യാക്കോബ് അങ്ങ് ഹാരാനിൽ നിന്ന് യാത്ര പുറപ്പെട്ട് വരികയായിരുന്നു. ഹാരാനിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യാക്കോബിൻ്റെ ഭാര്യ ലേയയുടെ മക്കളെല്ലാവരും, യാക്കോബിൻ്റെ ഭാര്യ റാഹേലിൻ്റെ മകനായ യൗസേപ്പ്, റാഹേൽ എന്ന ഗർഭിണിയാണ്. അവരെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ആടുമാടുകളുണ്ട്, ദാസിദാസന്മാരുണ്ട്, എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ഒരുമിച്ച് യാത്ര തുടങ്ങാനൊരു കാരണമുണ്ട്. അത് അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം വായിക്കണം. 31-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിന്റെ ദൈവമാകുന്നു ഞാൻ. സ്വർഗ്ഗത്തിലെ ദൈവം യാക്കോബിനോട് പറയുകയാണ്, പണ്ട് ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നീ എന്നോടൊരു വാക്ക് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? 20 വർഷം മുമ്പ് നീ എൻ്റെ അടുക്കൽ സമർപ്പിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? നീ തൂണിനെ അഭിഷേകം ചെയ്ത സ്ഥലം, നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിൻ്റെ ദൈവമാകുന്നു ഞാൻ. അടുത്ത വാക്യം. ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. നീ ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് ഞാൻ നിനക്ക് കൽപ്പന തരികയാണ്. സ്വർഗ്ഗത്തിലെ ദൈവം യാക്കോബിന് അരുളപ്പാട് കൊടുത്തു. ഈ ദേശത്ത് ഇനി നീ താമസിക്കരുത്. ഈ ഹാരാനിൽ നീ താമസിക്കരുത്. ഈ മെസപ്പൊട്ടോമിയയിൽ നീ താമസിക്കരുത്. ഇവിടെ നിന്ന് നീ എഴുന്നേൽക്കണം. നീ എഴുന്നേറ്റ് നീ പണ്ടൊരിക്കൽ എന്നോട് നേർച്ച നേർന്നൊരു സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ട് നീ പുറപ്പെടണം. നീ എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിൻ്റെ ദൈവമാകുന്നു ഞാൻ. അവിടെ നിന്ന് നീ എവിടെയും നിൽക്കരുത്. അവിടെ നിന്ന് നീ പുറകോട്ട് പോകണം. എവിടെ വരെ ചെല്ലണം? നിൻ്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകാം. നിൻ്റെ ജന്മദേശം, നീ പിറന്ന ദേശം, അത് ഹെബ്രോനാണ്. ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ, അവിടെയാണ് അബ്രഹാമിനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ് പിറന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങോട്ട് നീ പോകണം. നീ നിൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. നിൻ്റെ അപ്പനായ ഇസ്ഹാക്ക് വയോവൃദ്ധനായിരിക്കുന്നു. നീ ചെന്ന് വേണം അവൻ്റെ മരണശയ്യ ഒരുക്കാൻ. നീ പോകണം അങ്ങോട്ട്, ഹെബ്രോനിലേക്ക് നീ പോകണം. സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാട് യാക്കോബ് അനുസരിച്ചു. പക്ഷേ നാം വായിച്ചു വരുമ്പോൾ കാണാം, യാക്കോബ് അത് അനുസരിച്ചെങ്കിലും യാക്കോബിന് തെല്ലബദ്ധം പറ്റി. ചെറിയൊരബദ്ധം പറ്റി. അബദ്ധം ചെറുതല്ല, പക്ഷെ ചെറുതെന്ന് തോന്നാവുന്ന അബദ്ധം പറ്റി. എന്താണത്? നമുക്ക് വായിക്കാം. 33-ാം അധ്യായം 16-17 വാക്യം വായിക്കാം. അങ്ങനെ ഏശാവ് അന്ന് തൻ്റെ വഴിക്ക് സെയീരിലേക്ക് മടങ്ങിപ്പോയി. യാക്കോബോ സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു. തനിക്ക് ഒരു വീട് പണിതു.
കന്നുകാലി കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി. അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേര് പറയുന്നു. യാക്കോബ് അങ്ങ് ബേഥേലിലേക്കും പിന്നിൽ ഹെബ്രോനിലേക്കും പോകേണ്ടവനാണ്. പക്ഷേ യാക്കോബ് യാത്രാമധ്യത്തിൽ ഇത്തിരി സൗകര്യമുള്ളൊരു സ്ഥലത്തെത്തി, സുക്കോത്തിലെത്തി. സുക്കോത്തിലെത്തിയപ്പോൾ യാക്കോബ് എന്ത് ചെയ്തു? യാക്കോബ് സുക്കോത്തിൽ ഒരു വീട് പണിതു. അപ്പൻ കൂടാരത്തിൽ പാർത്തവനാണ്. അപ്പൻ്റെ അപ്പൻ കൂടാരങ്ങളിൽ പാർത്തവനാണ്. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്താണ് യാക്കോബ് കണ്ടിട്ടുള്ളത്. കൂടാരങ്ങളിൽ പാർത്തതായ എബ്രഹാമിൻ്റെ കൊച്ചുമകൻ, കൂടാരങ്ങളിൽ പാർത്തവനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ്, അവൻ ഇപ്പോൾ ഒരു വീട് പണിതു. ദൈവത്തിന് സ്തോത്രം. അവനോട് സ്ഥിരവാസം ചെയ്യേണ്ടവനല്ല, അവൻ സുക്കോത്തിൽ പാർക്കേണ്ടവനല്ല, അവൻ അങ്ങ് ഹെബ്രോനിലേക്കും പോകേണ്ടവനാണ്. അവൻ ബേഥേലിലേക്കും പിന്നീട് ഹെബ്രോനിലേക്കും പോകേണ്ടവനാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യാക്കോബ് കന്നുകാലികൾക്ക് തൊഴുത്തുകൾ കെട്ടി. നാം വായിക്കുന്നത് എന്താണ്? യാക്കോബ് സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു, തനിക്കൊരു വീട് പണിതു, കന്നുകാലി കൂട്ടത്തിൻ്റെ തൊഴുത്തുകളും കെട്ടി. അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേർ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് പുറപ്പെട്ട് അവിടെ താമസമാക്കി. പെട്ടെന്ന് ഒരു ദിവസം യാക്കോബിന് തോന്നി, ഇങ്ങനെയോട് താമസിച്ചാൽ പോരല്ലോ, ഞാനൊരു സമർപ്പണത്തോടെ പുറപ്പെട്ടതാണല്ലോ, എനിക്കൊരു വചനം കിട്ടി പുറപ്പെട്ടതാണല്ലോ, ഞാൻ ഹെബ്രോനിലേക്ക് പോകേണ്ടവനാണല്ലോ. യാക്കോബ് പിന്നെയും പുറപ്പെട്ടു. അടുത്ത ഖണ്ഡി വായിക്കാം. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു. പിന്നീട് വന്ന് നേരെ ബേഥേലിലേക്കും തുടർന്ന് ഹെബ്രോനിലേക്കും പോകേണ്ട യാക്കോബ് എന്തു ചെയ്തു? ശേഖേമിലെത്തി, അവിടെ പാളയമടിച്ചു. യാക്കോബ് അവിടെയും പാർക്കേണ്ടവനല്ല, ശേഖേമിൽ പാളയമടിച്ചു. അടുത്ത വാക്യം. താൻ കൂടാരമടിച്ച നിലം ശേഖേമിൻ്റെ അപ്പനായ ഹാമോറിൻ്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് അവിടെ സ്ഥലം വിലയ്ക്ക് വാങ്ങി. സ്ഥലം വിലയ്ക്ക് വാങ്ങുന്ന പാപമല്ല. പക്ഷേ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്. അവൻ അങ്ങ് ഹെബ്രോനിലേക്ക് പോകേണ്ടവനാണ്. തൻ്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകുക എന്ന കൽപ്പന കേട്ടാണ് യാക്കോബ് പുറപ്പെട്ടത്. ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടതാണ്. ബേഥേലിൽ വെച്ച് തൂണിനെ അഭിഷേകം ചെയ്ത് ദൈവത്തോട് സമർപ്പണം പറഞ്ഞ സ്ഥലമായി ബേഥേലിൽ വെച്ച് ദൈവത്തോട് സമർപ്പണം പറഞ്ഞതെല്ലാം യാക്കോബിന് ഓർമ്മയുണ്ട്. അങ്ങോട്ട് മടങ്ങിപ്പോകേണ്ടതാണ്. പഴയ സമർപ്പണത്തിലേക്കും പഴയ ജന്മസ്ഥലത്തേക്കും യാക്കോബ് മടങ്ങിപ്പോകേണ്ടതാണ്. അതിന് യാക്കോബ് തയ്യാറായില്ല. യാക്കോബ് ധൃതഗതിയിൽ ചെയ്തില്ല, തിടുക്കത്തിൽ ചെയ്തില്ല. വരട്ടെ, പോകുന്നുണ്ടല്ലോ, പൊയ്ക്കൊള്ളാം, പിന്നാലെ പൊയ്ക്കൊള്ളാം, ഇത്തിരി കഴിഞ്ഞോട്ടെ, ഇപ്പോൾ തൽക്കാലം ഇവിടെ കൂടാരമടിക്കാം. കൂടാരമടിച്ചെടുത്ത് കൊള്ളാമല്ലോ, നല്ല സ്ഥലം തോന്നി. അവിടെ അത് ഹാമോരിനോട് വിലയ്ക്ക് വാങ്ങി. ആ സ്ഥലമുടമസ്ഥനായ ഹാമോരിനോട് വിലയ്ക്ക് വാങ്ങി. പ്രിയപ്പെട്ടവരെ, തെറ്റ് ഒന്നിനൊന്ന് വർദ്ധിക്കുകയാണ്. അവിടെ വിലയ്ക്ക് വാങ്ങി അത് സ്വന്തമാക്കി. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ പറയുന്നത്? ഭൂമി വാങ്ങുന്നതോ ഭൂമി സ്വന്തമാക്കുന്നതോ വീട് പണിയുന്നതോ തെറ്റെന്നല്ല പറഞ്ഞത്. എന്നാൽ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബ് വിദേശത്ത് പാർക്കേണ്ടവനല്ല. യാക്കോബ് പഴയ സമർപ്പണത്തിലേക്ക് മടങ്ങി പോകേണ്ടവനാണ്. യാക്കോബിനെക്കുറിച്ച് ദൈവത്തിന് വിലയേറിയ ഉദ്ദേശങ്ങളുണ്ട്. ഒരു വലിയ സമൂഹത്തിൻ്റെ കുലകൂടസ്ഥനാകാനുള്ള, അതിൻ്റെ അധിപതിയാകാനുള്ള, പേറ്റർ ഫാമിലിയാസ് എന്ന് പറയുന്ന ഒരു കുലത്തിൻ്റെ മുഴുവൻ അധിപതിയാകാനുള്ള ആ ശോഭനമായ ഒരു സ്ഥാനമാണ് യാക്കോബിനെ ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. യാക്കോബിനെക്കുറിച്ച് വലിയ ഉദ്ദേശങ്ങളുണ്ട്. യാക്കോബ് അപ്പൻ്റെ അരികിലേക്ക് ചെല്ലേണ്ടതാണ്. ദൈവത്തിനറിയാം, യാക്കോബ് പുറപ്പെട്ടപ്പോൾ അപ്പനുമുണ്ട് അമ്മയുമുണ്ട്. 20 വർഷം മുൻപ് റിബേക്ക യാക്കോബിൻ്റെ കയ്യിൽ തുരുത്തിയും വെള്ളവും കൊടുത്ത് പറഞ്ഞു വിട്ടപ്പോൾ റിബേക്ക അന്ന് നല്ല ആരോഗ്യവതിയാണ്. എന്നാൽ റിബേക്ക 20 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു യാക്കോബിന് അറിഞ്ഞുകൂടാ. എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു യാക്കോബിന് അറിഞ്ഞുകൂടാ. അമ്മയായ റിബേക്ക അതിനകം മരിച്ചു കഴിഞ്ഞിരുന്നു. യാക്കോബ് ഒന്നും അറിയുന്നില്ല. 20 വർഷം ദൂരെ പോയി പാർക്കുകയായിരുന്നു. എല്ലാം മറന്നുപോയി പാർക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലേയ്ക്കും റാഹേലിനും വേണ്ടി അവിടെ ഹാരാനിൽ പോയി അവിടെ അമ്മാവൻ്റെ അടിമപ്പണി ചെയ്ത് അവിടെ താമസിക്കുകയായിരുന്നു. അങ്ങനെ അമ്മാവൻ അമ്മായപ്പനായി മാറി. ഇതെല്ലാം ചരിത്ര വസ്തുതകളാണ്. ഇപ്പോൾ യാക്കോബ് വന്ന് ശേഖേമിൽ കൂടാരമടിച്ചു. തെറ്റുകളൊന്നിനൊന്ന് നിസ്സാരവും തോന്നാം. പക്ഷേ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമല്ല. നാം നോക്കുമ്പോൾ നിസ്സാരവും തോന്നാം. പക്ഷേ ദൈവത്തിൻ്റെ വിളി കേട്ടൊരു ദൈവ പൈതൽ ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷ്മതയോടെ വയ്ക്കേണ്ടതാണ്. ഓരോ ചുവടുവയ്പ്പിലും കരുതൽ വേണം. ദൈവത്തിന് സ്തോത്രം. എന്തുണ്ടായി എന്നറിയാമോ? സംഭവിച്ചതെന്താണ്? ശേഖേമിൽ ചെന്നപ്പോൾ ഒരിക്കലും തിരുത്താനാവാത്ത ഒരു നഷ്ടമുണ്ടായി. അത് 34 അധ്യായം വായിക്കുമ്പോൾ കാണാം. 34 അധ്യായം മുഴുവൻ
ഒരു ദൈവവൈതൽ വായിക്കുമ്പോൾ കരഞ്ഞു പോകും. യാക്കോബിൻ്റെ കുടുംബത്തിൽ വന്ന് അപചയം, യാക്കോബിൻ്റെ കുടുംബത്തിൽ വന്ന് അധപ്പതനം, യാക്കോബിൻ്റെ കുടുംബത്തിൽ വന്ന് അപമാനം. ദൈവപുരുഷൻ്റെ കുടുംബത്തിൽ അപമാനം വന്നിരിക്കുന്നു. എന്താണത്? വായിക്കാം, 34 വാക്യം. ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയി. എന്നാറെ ഹിവ്യനായ ഹാമോറിന്റെ മകനായി ദേശത്തിന്റെ പ്രഭുവായ ശേഖേം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ച് അവൾക്ക് പോരായിക വരുത്തി. പ്രിയപ്പെട്ടവർ, യാക്കോബിനൊരു മകളുണ്ട്, ഓമനപുത്രിയുണ്ട്, വാത്സല്യഭാജനമാണ്. ആ യാക്കോബിൻ്റെ മകളായ ദീന അവൾ അവിടെ അപ്പൻ കൂടാരമടിച്ചു, അവിടെ വീട് പണിതു, അപ്പൻ സ്ഥലം വാങ്ങിച്ചു. അങ്ങനെ അവിടെ സന്തോഷമായി, നല്ല ഐശ്വര്യമായി, നല്ല സമൃദ്ധിയായി കഴിയുമ്പോൾ ഈ പെൺകുട്ടിക്ക് തോന്നി ഒരു സൊസൈറ്റി ലേഡിയായി എല്ലാവരുടെ ഇടയിലൊന്ന് വിലസി നടക്കാമെന്ന്. യാക്കോബിനവളായി ദീനയ്ക്ക് തോന്നി എല്ലാവരുടെ ഇടയിൽ കൂടി നടക്കാം, എല്ലാവരുടെ മുമ്പിലൊരു ആളായി വിലസാം, ഒരാളായി പരിലസിക്കാം, ചിത്രശലഭം പോലെ പറന്നു നടക്കാം. അപ്പൻ്റെ ഓമനപുത്രി, ധനികനായ അപ്പൻ്റെ ഓമനപുത്രി. ആ മകൾക്ക് തോന്നി, അവൾക്ക് അതിൻ്റെ വരുമരൈകൾ അറിയാൻ വയ്യായിരുന്നു, വിവേകമില്ലാതെ പോയി, കരുതലില്ലാതെ പോയി. അവൾ ശേഖേമിലെ കന്യകമാരെ കാണാൻ പോയി, അവൾ ദേശത്തിലെ കന്യകമാരെ കാണാൻ പോയി, ശേഖേം ദേശത്തിലെ കന്യകമാരെ കാണാൻ പോയി. അവിടെയുള്ള കന്യകമാർ അവർ ദൈവവിശ്വാസികളല്ല, ശേഖേം അത് പുറജാതികളാണ്. എന്നാൽ ഇസ്രായേൽക്കാർ നിത്യനായ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നിത്യനായ ദൈവത്തെ ആരാധിക്കുന്നവർ പുറജാതികളുടെ ഇടയിലേക്ക് കൂട്ടുകൂടാൻ പോയി. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ വല്ലതും വകയുണ്ടെന്ന് നോക്ക്, നല്ലതാണ്. ഇന്ന് വിശ്വാസികൾ അവിശ്വാസികളുമായി ബന്ധപ്പെടുന്നതെല്ലാം സൂക്ഷിച്ചു വേണം. വിശ്വാസികൾ മറ്റ് ഏതെങ്കിലും തരത്തിൽ മറ്റ് മതത്തിൽപ്പെട്ടവരോ മറ്റ് ജാതിയിൽപ്പെട്ടവരോ ആയി വിവാഹബന്ധത്തിലേക്ക് പോകുന്നത് സൂക്ഷിച്ചു വേണം. അല്ല, വിശ്വാസികൾ അവിശ്വാസികളുമായി ബന്ധപ്പെടുന്നത് സൂക്ഷിച്ചു വേണം. അതിലെല്ലാം അപകടം പതിയിരിക്കുന്നുണ്ട്, അനർത്ഥം പതിയിരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയോ അവൾ വിവാഹബന്ധത്തിനൊന്നും ഉദ്ദേശിച്ച് പോയതല്ല, വേറെ ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. കൊച്ചല്ലേ, ചെറുപ്പമല്ലേ, കന്യകയല്ലേ. അവൾ അപ്പൻ്റെ അനുവാദം കൂടാതെ ആയിരിക്കണം. സഹോദരന്മാരപ്പോൾ വീട്ടിലില്ല, അവർ ആടുമേയ്ക്കാൻ പോയിരിക്കുകയാണ്. എന്ന ആ സമയത്ത് അവൾ അങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ലായിരുന്നു. ഒരു അന്യദേശത്ത് നിന്നപ്പോൾ അവിടെ ദേശനിവാസികളുടെ ഇടയിലൂടെ സഞ്ചരിക്കാൻ പാടില്ലായിരുന്നു. എന്തുണ്ടായി? ഹാമോരിൻ്റെ മകനായ ശേഖേം അവൾക്ക് അപമാനം വരുത്തി. ഒരിക്കലും സംഭവിക്കരുതാത്ത ഹീനകാര്യം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. അവൾ അശുദ്ധയായിപ്പോയി, അവളുടെ നൈർമല്യം നഷ്ടപ്പെട്ടു പോയി, അവൾക്ക് വിലപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയി. സഹോദരങ്ങളെ, ചിന്തിക്കൂ. ശ്രദ്ധയില്ലാതെ ജീവിച്ചതുകൊണ്ട് വിലയേറിയത് നഷ്ടപ്പെടുത്തിയവരാരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അനുദവിച്ചാൽ കൊള്ളാം. ശ്രദ്ധയില്ലാതെ സൂക്ഷ്മതയില്ലാതെ ജീവിച്ചതുകൊണ്ട്, കരുതലില്ലാതെ ജീവിച്ചതുകൊണ്ട്, അനർഹമായ സ്ഥലത്ത് പോയതുകൊണ്ട്, ആവശ്യമില്ലാത്തയിടത്ത് പോയി സംസാരിച്ചതുകൊണ്ട്, ആവശ്യമില്ലാത്തയിടത്ത് പോയി താമസിച്ചതുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം, പ്രത്യേകം ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കേൾക്കൂ. ടൂറിനെന്ന് പറഞ്ഞ ഒരു പക്ഷേ എഡ്യൂക്കേഷണൽ ടൂറായിരിക്കാം, നിങ്ങൾക്ക് കൂടിയേ കഴിയുമെന്ന് ഹോസ്റ്റലിൽ നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നോ പറയുന്ന ടൂറുകളായിരിക്കാം. ടൂറിൽ പോകുമ്പോൾ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പല കുട്ടികളും അറിയുന്നില്ല. അപകടം പതിയിരിക്കുന്നുണ്ട് എന്നറിയാതെയാണ് കുട്ടികൾ പലരും ടൂറിന് പോകുന്നത്. അതുകൊണ്ട് ടൂറിന് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അധ്യാപികമാർ കൂടെ ഉണ്ടെങ്കിൽ, ടീച്ചേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാവുന്നതാണ്, പോകേണ്ടതുമാണ്. പക്ഷേ സാധിക്കുമെങ്കിൽ ഒഴിവാക്കിയെടുക്കുന്നത് നല്ലത് എന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. ലോകമെമ്പാടുമുള്ള ആളുകൾ കേൾക്കുമ്പോൾ ഇന്നയാൾ ചിലരുടെ നെറ്റി ചുളിയുന്നുണ്ടാകും. ഈ മനുഷ്യൻ എന്തൊരു പഴഞ്ചൻ മനുഷ്യൻ, ഇയാൾ എന്തൊരു പഴഞ്ചൻ, 19-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട മനുഷ്യൻ. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാൽ, നിങ്ങൾക്ക് കാര്യം എത്ര ഗൗരവമുള്ളതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും പലതിൽ നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റും, പല അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ പറ്റും. അനേകം യുവാക്കന്മാർ അപകടത്തിൽപ്പെടുന്ന കാര്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ശേഖേം പൗരന്മാരുടെ ഇടയിലേക്ക് ഇവൾ ഇറങ്ങിച്ചെന്നു. ശേഖേമിലെ കന്യകമാരെ കാണാനുള്ള ഇറങ്ങിച്ചെന്നു. ശേഖേം ദേശത്ത് അവിടെയുള്ള കന്യകമാരെ കാണാൻ ചെന്നു. അപ്പോഴുണ്ട് ഹാമോരന്മാനായ ശേഖേം അവളെ കണ്ടു, അവൾക്ക് പോരായ്മ വരുത്തി. മലയാള വേദപുസ്തകത്തിൽ പറയുന്ന വാക്ക് വളരെ വളരെ സൗമ്യമായ വാക്കാണ്. ഒരു പെൺകുട്ടിക്ക് പോരായ്മ വരുത്തി. അത് പിന്നീട് വായിച്ചു വരുമ്പോൾ കാണാം, അവളുടെ ഏറ്റവും വിലയേറിയത് നഷ്ടപ്പെട്ടു. ഒരു സ്ത്രീയുടെ ഏറ്റവും വിലയേറിയത് എന്താണ്? അല്ല, പുരുഷൻ്റെയും ജീവിത വിശുദ്ധിയാണ് ഏറ്റവും വിലയേറിയത്. രഹസ്യ ജീവിതം വിശുദ്ധമാണ്. അൺടച്ച്ഡ് ആയിരിക്കണം നാം ഓരോരുത്തരും.
അൺടച്ച്ഡ് ആയിരിക്കണം, അന്യൻ തൊടരുത്. ഈ ശരീരം, ഈ ഹൃദയം അന്യൻ തൊടരുത്. ദൈവത്തിന് സ്തോത്രം. അന്യസ്പർശം ഉണ്ടാകരുത്. സ്വന്തം ഭാര്യയ്ക്ക് തൊടാം, സ്വന്തം ഭർത്താവിന് തൊടാം, അതിനപ്പുറത്തേക്ക് പോകരുത്, ചിന്തിക്കരുത്. ദയവായി നിങ്ങൾ കേൾക്കൂ. ദൈവത്തിന് സ്തോത്രം. സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവല്ലാതെ അന്യസ്പർശം വന്നാൽ അതിൽ പാപം വരും. ദൈവത്തിന് സ്തോത്രം. അരുതായികകൾ സംഭവിക്കാൻ നോക്കേണ്ടതാണ്. എന്ത് സംഭവിച്ചു? അവൾക്ക് അനർത്ഥം വന്നു. സഹോദരന്മാർ രണ്ടുപേരും വന്നു. അന്ന് 11 സഹോദരന്മാരുണ്ട്. പക്ഷേ ലേയ പ്രസവിച്ച സഹോദരന്മാരെ ശിമയോൻ ലേവിയും അവർ വന്നു. ശിമയോൻ ലേവിയും വന്നപ്പോൾ സഹോദരിക്ക് വന്നതായ പ്രയാസം അവരറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സഹോദരിക്ക് വന്നതായ കേട് അവർ അറിഞ്ഞു. അവരുടെ ഉള്ളിൽ അവർ കാപട്യം വെച്ചുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുള്ളിൽ ആ അമർഷം അവരുള്ളിൽ പതുക്കി വെച്ചുകൊണ്ടിരുന്നു. 6-ാം വാക്യം വായിക്കാം. ശേഖേമിന്റെ അപ്പനായ ഹാമോർ യാക്കോബിനോട് സംസാരിപ്പാൻ അവന്റെ അടുക്കൽ വന്നു. യാക്കോബിന്റെ പുത്രന്മാർ വസ്തുത കേട്ട് വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിന്റെ മകളോടുകൂടെ ശയിച്ചു. അങ്ങനെ അരുതാത്ത കാര്യം ചെയ്തു. ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചതുകൊണ്ട് ആ പുരുഷന്മാർക്ക് വ്യസനം തോന്നി, മഹാകോപവും ജ്വലിച്ചു. മഹാകോപം ജ്വലിച്ചു. ശിമയോൻ ലേവിക്കും മഹാകോപം ജ്വലിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ യൗവനക്കാർക്ക് അമർഷം ശക്തമായി. മഹാകോപം ജ്വലിച്ചു. മഹാകോപം ജ്വലിച്ചിട്ട് അവരെന്ത് ചെയ്തു? അവർ നേരെ വാളിൻ്റെ വായ്ത്തലയുമായി അവർ നേരെ പോയി അവരെ കൊല്ലുകയല്ല ചെയ്തത്, തന്ത്രം പ്രയോഗിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ സഹോദരിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ച് തരാമല്ലോ, ശേഖേമിനെ വിവാഹം കഴിച്ച് തരാമല്ലോ. പക്ഷേ ഞങ്ങൾ അഗ്രചർമ്മികളല്ല, ഞങ്ങൾ പരിച്ഛേദനയുള്ളവരാണ്. നിങ്ങൾ പരിച്ഛേദന ചെയ്യാമെങ്കിൽ പരിച്ഛേദന ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരിയെ വിവാഹം കഴിച്ചു തരാം. ശേഖേമിന് ബോധിച്ചു, നന്നായി. ഹാമോരിന് ബോധിച്ചു, നന്നായി. ശേഖേം പൗരന്മാർക്ക് യോജിച്ചു. എല്ലാവർക്കും സന്തോഷമായി. കാരണം ശേഖേം പൗരന്മാരെ ഓർത്തു, നന്നായി, ഇവർ പണക്കാരാണ്, ഇവർ ആടുമാടുള്ളവരാണ്, ഇവർ ദാസിദാസന്മാരുള്ളവരാണ്, ഇവർ ഈ കൂട്ടര് യാക്കോബിൻ്റെ മക്കളുടെയും സമ്പത്ത് ബഹുലമാണ്. ഇവർ നമ്മുടെ കൂടെ താമസിച്ചാൽ നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാം. അങ്ങനെ ഇവരിൽ നിന്ന് നമ്മിലേക്ക് ബന്ധം പുലർത്തുകയും അങ്ങനെ നമ്മുടെ നാടിനെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യാം. നോക്കിയാൽ നല്ലതെന്ന് തോന്നാം. പക്ഷേ രണ്ടു കൂട്ടരും കപടം ചിന്തിച്ചു. യാക്കോബിൻ്റെ മക്കൾ കപടം ചിന്തിച്ചത് എന്താണ്? ശിമയോൻ ലേവിയും കപടം ചിന്തിച്ചത് ഇവരെ കൊല്ലണം. ഇവർ വിഷമിച്ചിരിക്കുമ്പോൾ, അഗ്രചർമ്മം ഛേദിച്ചതുകൊണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ, വേദനിച്ചിരിക്കുമ്പോൾ അവരെ കൊല്ലാമെന്ന് ഇവർ പരിപാടിയിട്ടു. എന്നാൽ അവരോ എന്ത് വിചാരിച്ചു? വിവാഹബന്ധം നടക്കും. അങ്ങനെ വിവാഹബന്ധം നടക്കുമ്പോൾ ഇവരുടെ സമ്പത്തെല്ലാം നമുക്ക് കിട്ടും, നമ്മുടെ ദേശത്ത് അഭിവൃദ്ധി ഉണ്ടാകും എന്ന് അവർ വിചാരിച്ചു. രണ്ടു കൂട്ടരും തന്ത്രം ഉള്ളിൽ കരുതി. സംഭവിച്ചത് എന്താണ്? ശിമയോൻ ലേവിയും വാളുമേന്തിക്കൊണ്ട് ആ ദുഃഖിച്ചിരിക്കുന്നവരുടെ, വേദനിച്ചിരിക്കുന്നവരിലേക്ക് കടന്നു ചെന്നു. വായിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് വായിക്കാം. 24-ാം വാക്യം മുതൽ വായിക്കാം. അപ്പോൾ ഹാമോരിന്റെ പട്ടണക്കാരെല്ലാവരും അവൻ്റെയും മകൻ ശേഖേമിൻ്റെയും വാക്ക് കേട്ട് പട്ടണക്കാരിൽ ആണെല്ലാം പരിച്ഛേദനയേറ്റു. 3-ാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിൻ്റെ 2 പുത്രന്മാരായ ദീനയുടെ സഹോദരന്മാരായ ശിമയോനും ലേവിയും താൻ്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിൻ്റെ നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. ഒരു ശേഖേം തെറ്റ് ചെയ്തുകൊണ്ട് ആ ദേശത്തിലെ ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. പിന്നെ അവർ ഹാമോരിനെയും അവൻ്റെ മകനായ ശേഖേമിനെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്നു. ദീനയെ ശേഖേമിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. പിന്നെ യാക്കോബിൻ്റെ പുത്രന്മാർ നിഹതന്മാരുടെ ഇടയിൽ ചെന്ന് തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയതുകൊണ്ട് പട്ടണത്തെ കൊള്ളയിട്ടു. അവർ അവരുടെ ആട്, കന്നുകാലി, കഴുത, ഇങ്ങനെ പട്ടണത്തിലും വെളിയിലുമുള്ളവയൊക്കെയും അപഹരിച്ചു. അവരുടെ സമ്പത്തൊക്കെയും എല്ലാ പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി വീടുകളിലുള്ളതൊക്കെയും കൊള്ളയിട്ടു. ശേഖേം ഒരാളാണ് തെറ്റ് ചെയ്തത്. ഇവരോ അവരുടെ സ്ത്രീകളൊക്കെയും കൊണ്ടുവന്നു പട്ടണത്തെ കൊള്ളയിട്ടു. ഏറ്റവും വലിയ വഷളത്വം അവിടെ നടമാടി. സഹോദരങ്ങളെ, എല്ലാം കണ്ടുകൊണ്ട് നിശബ്ദനായി നിത്യനായി ദൈവം നിൽക്കുന്നുണ്ടായിരുന്നു. സ്നേഹിതരെ, എല്ലാം കാണുന്നൊരു ദൈവം. ശിമയോൻ്റെയും ലേവിയുടെ മേൽ ദൈവത്തിൻ്റെ ശാപം വന്നു. ആ ശാപമാണ് അപ്പൻ മരിക്കാൻ നേരത്ത് മക്കളോട് പറഞ്ഞത്. ശിമയോൻ ലേവിയും ശാപഗ്രസ്തരായിപ്പോയി. സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർക്കാനുണ്ടോ? ശാപം വരുത്തി വെച്ചത്, മാതാപിതാക്കളെ നൊമ്പരപ്പെടുത്തിയത്, മാതാപിതാക്കൾക്ക് അപമാനം വരുത്തിയത്,
നാം ജാതികളോട് ഇടകലർന്നു പോയത്, അരുതാത്ത വീഴ്ചകളിലേക്ക് പോയത്, അരുതാത്ത ബന്ധങ്ങളിലേക്ക് പോയത്, അരുതാത്ത സുഹൃത്ത് ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ നോക്കിയത്, തെറ്റുകൾ പറ്റിയത് എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി സംഭവിച്ചതായ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ശ്രദ്ധയില്ലാത്ത പെരുമാറ്റം കൊണ്ട് അശുദ്ധി സംഭവിച്ചതായ കാര്യങ്ങൾ എന്തെങ്കിലുമെല്ലാം ഓർക്കാൻ പറ്റുന്നുണ്ടോ? സ്നേഹിതരെ, അനുദപിക്കൂ. അനുദപിച്ചാൽ കഴുകാൻ ക്രിസ്തുവിൻ്റെ രക്തമുണ്ട്. പാപത്തെ ഓർത്ത് കരഞ്ഞാൽ നീക്കുപോക്ക് തരുന്ന ഒരു കർത്താവുണ്ട്. വന്നുപോയ തെറ്റുകളെ ഓർത്ത് കരഞ്ഞാൽ ഇന്ന് നമുക്ക് ശാപത്തിൽ നിന്ന് മുക്തി നേടാം. ഇന്ന് നമുക്ക് ശാപത്തിൽ നിന്ന് മോക്ഷം നേടാം. ഇന്ന് നമുക്ക് പാപത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് മോചനം നേടാം. തിരിഞ്ഞു നിന്ന് ഓർത്തോർത്ത് കരയുക, ഓർത്തോർത്ത് അനുദപിക്കുക. കർത്താവേ, തെറ്റുകൾ വന്നുപോയി, എണ്ണി ഓർത്താലും തീരുന്നില്ല, എണ്ണിയാലും തീരുന്നില്ല. ഏതെല്ലാം തെറ്റുകളിലാണ് കുടുങ്ങിപ്പോയത്, എവിടെയെല്ലാമാണ് അനർത്ഥം വന്നത്, എവിടെയെല്ലാമാണ് അശുദ്ധി സംഭവിച്ചത്. നാഥ, ഞാനിപ്പോൾ തിരുമുൻപാകെ വരുന്നു. കർത്താവെ, കുറ്റവാളിയായി ഞാൻ പിടിക്കപ്പെട്ടതാ വരുന്നു. എൻ്റെ കർത്താവെ, എൻ്റെ കയ്യിൽ വിലങ്ങില്ല, എൻ്റെ കാലിൽ ചങ്ങലയില്ല. കർത്താവെ, എന്നാൽ പാവം എന്നെ ബന്ധിച്ചിരിക്കുന്നു, പാവം എന്നെ കെട്ടിയിരിക്കുന്നു, ശാപം എന്നെ ബന്ധിച്ചിരിക്കുന്നു. കർത്താവെ, സാത്താനവൻ്റെ ചങ്ങലയിട്ട് കുടുക്കി എന്നെ കൊണ്ടുപോയി നരകത്തിലേക്ക് തള്ളിയിടാൻ കൊണ്ടുപോകുന്നു. കർത്താവെ, എൻ്റെ തലമുറയ്ക്ക് നാശം വരുന്നു. എനിക്ക് മോചനം തരണമേ, എനിക്ക് ക്ഷമ തരണമേ, എനിക്ക് മാപ്പ് തരണമേ. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എന്നെ വിടുവിക്കണമേ, എൻ്റെ ശാപം മാറ്റണമേ. എൻ്റെ ശാപം മാറ്റാൻ കുരിശിൽ ശാപം വരിച്ച രക്ഷകനായി യേശുവേ, ശാപഗ്രസ്തനെ പോലെ കുരിശിൽ കിടന്ന രക്ഷക, നിൻ്റെ സന്നിധിയിലേക്ക് ഞാനിതാ വരുന്നു. എന്നോട് കരുണ തോന്നി എൻ്റെ മേലുള്ള സകല ശാപങ്ങളും മാറ്റി എനിക്ക് മോചനം തരണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ശാപം മാറ്റി അനുഗ്രഹം തരുന്ന ക്രൂശിലെ സ്നേഹത്താൽ എന്നെ ഇപ്പോൾ അത്ഭുതകരമായ കൃപയിലേക്ക് നയിക്കണമേ കർത്താവേ. എൻ്റെ പാപം ക്ഷമിക്കണമേ കർത്താവേ, രക്തത്താൽ എന്നെ കഴുകണമേ. പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം, നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ശാപം മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം, പാപം മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. ശാപത്തെയും പാപത്തെയും കുരിശിൽ വഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി രക്ഷക അവിടുന്ന് ക്രൂശിൽ മരിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വെടിപ്പാക്കിയെടുക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.